നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളെ ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്നും വന്നിരിക്കുന്നത്. ഡിസംബറിൽ ന്യൂസിലാൻഡിലെ വൈറ്റ് ഐലൻഡ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഇന്തോ അമേരിക്കൻ വ്യവസായി മരിക്കുകയുണ്ടായി. പ്രതാപ് സിംഗ് പോൾ ആണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ മയൂരി ഡിസംബർ 22-ന് മരിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. രക്ഷിതാക്കളുടെ മരണം 3 മക്കളെ അനാഥരാക്കി. ഡിസംബർ 9-ന് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായപ്പോൾ ദമ്പതികൾ പ്രശസ്തമായ വൈറ്റ് ഐലൻഡിൽ ആയിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. മിഡിൽമോർ ആശുപത്രിയിൽ വെച്ച് മറ്റൊരു ഇര കൂടി മരിച്ചുവെന്ന് ബുധനാഴ്ചയാണ് ന്യൂസിലാൻഡ് പോലീസ് അറിയിച്ചത് തന്നെ. ശരീരത്തിൽ 50%-ലധികം പൊള്ളലേറ്റ നിലയിൽ ആയിരുന്നു പ്രതാപ് സിംഗ് കഴിഞ്ഞിരുന്നത്. ദമ്പതികളുടെ 3 മക്കളും മയൂരിയുടെ മാതാവും കപ്പലിലായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റില്ലെന്ന് അറ്റ്ലാന്റയിലുള്ള ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 11 വയസ്സുള്ള മകൻ, 6 വയസ്സുള്ള ഇരട്ട പെൺകുട്ടികൾ എന്നിവരാണ് രക്ഷപ്പെട്ട കുട്ടികൾ എന്നത്. അതോടൊപ്പം തന്നെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ റോയൽ കരീബിയൻ ക്രൂയിസ് കപ്പലിൽ 47 വിനോദസഞ്ചാരികൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. 13 പേർ തൽക്ഷണം മരിക്കുകയും ചെയ്തു. 24 പേർക്ക് പൊള്ളലേൽക്കുകയുണ്ടായി. സ്ഫോടനത്തിൽ 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സേവ ഇന്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടനയുടെ അറ്റ്ലാന്റ ബ്രാഞ്ച് പ്രസിഡന്റായിരുന്നു കൊല്ലപ്പെട്ട പ്രതാപ് സിംഗ് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ദുരന്തത്തെക്കുറിച്ച് ന്യൂസിലാൻഡ് അധികൃതർ അന്വേഷണം തുടർന്നു വരികയാണ്. എന്നാൽ സ്ഫോടനം ഉണ്ടാകുമെന്ന് 3 ആഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്ത് എങ്ങനെയാണ് വിനോദസഞ്ചാരികൾ എത്തിയത് എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു തന്നെ. ഇത്തരം ചോദ്യങ്ങൾ ഊന്നുന്നത് അതികഠിനമായ സുരക്ഷാ വീഴ്ചകളിൽ തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇത്ര പേരുടെ ജീവനും നഷ്ടമായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.